എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് മരണം ഏത് സമയത്ത് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. പക്ഷേ നിന്റെ അല്ലാഹ് എത്ര പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ളവനാണ്. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ്. കണ്ടുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തവനാണ്. വിഭജിച്ചവന് പുറത്തു കൊടുത്തവനാണ്. പലിശ തിന്നവന് പുറത്തു കൊടുത്തവനാണ്. ശിർക്ക് ചെയ്യുന്നവർക്ക് പോലും പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ അതാ ചരിത്രം കാണാ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. പടച്ചവനെ അതാ മരണത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഹദീസുകൾ കേൾക്കുമ്പോ അതാ പടച്ചവനെ റബീബിന് കൈസമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. മരണത്തെ കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ റബീബിന് കൈസമെന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു ഖബർ കുടിക്കുകയാണ്. തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ ഒരു ഖബർ കുടിക്കുകയാ. പ്രായമുള്ള മനുഷ്യനല്ല, ചെറുപ്പക്കാരനാണ്. പടച്ചവന് റബീഅത്തുബ്നു കൈസം തന്റെ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഖബറിന്റെ അകത്തിറങ്ങുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വെളിയിലിറങ്ങിയ വീടിന്റെ വാതിലിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട് റബീഅത്തുബ്നു കൈസം അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അതിനകത്തിരുന്നാ തൗബ ചെയ്യുന്നത് പാതിരാത്രി വൈകുന്നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പേ ഖബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. അതിനകത്തിരുന്ന് കരയുകയാണ്. അതിനകത്തിരുന്ന് തൗബ ചെയ്യുകയാണ്. നാട്ടുകാരിത് കണ്ടിട്ട് ചോദിക്കുമ്പോ എന്തിനാ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിട്ട് അതിനകത്തിറങ്ങിയിരുന്ന് കരയുന്നത്? എന്തിനാ വീടിന്റെ മുന്നിൽ ഖബർ കുടിച്ചിട്ടിരിക്കുന്നത്? ആ സമയത്തല്ലാ റബീബിന് കൈസമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവേ ഒരു ദിവസം പോകേണ്ടതാണല്ലോ, ഒരു ദിവസം പോയി കിടക്കേണ്ടതാണല്ലോ. ഈ കിടക്കുന്ന രാത്രി അല്ല എനിക്ക് പടച്ചവനെ എന്റെ റൂഹ് പിടിച്ചാൽ എനിക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടൂലല്ലോ. അതുകൊണ്ട് പാപങ്ങളൊന്ന് കഴുകിക്കളയാരാ എന്റെ പ്രിയപ്പെട്ടവരെ. എനിക്കും നിങ്ങൾക്കും അത് തോന്നാത്തത് ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും കിടന്നുറങ്ങുമ്പോ ഇന്ന് എന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണോ എനിക്കറിയില്ലല്ലോ. കരയണമെന്ന് പറയുന്നില്ല, ദുആ ചെയ്യണമെന്ന് പറയുന്നില്ല, നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പറഞ്ഞുകൂടെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം മതി മനുഷ്യ. ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ മതി. എത്രയോ ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടവരാണ്. ഒറ്റ അസ്തഗ്ഫിറുല്ലാ കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്ന ചരിത്രം അറിയുമല്ലോ. മഹാനായ എത്രയോ മനുഷ്യന്മാരുടെ ചരിത്രം അറിയാ. പടച്ചവരെ എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. ഒറ്റ അസ്തഗ്ഫിറുല്ലാ കൊണ്ട് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്നിലിരുന്ന് കൊണ്ട് അസ്തഗ്ഫിറുല്ലാ, ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനായ കള്ളുകുടിയനായ പെണ്ണുപിടിയനായ ഏറ്റവും വലിയ വൃത്തികെട്ടവനല്ലേ പടച്ചവനെ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞപ്പോ അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തിട്ട് ആ മനുഷ്യൻ ചോദിച്ച 3 കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തത് ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞിട്ടല്ലേ.
എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തൗബയുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ, തൗബയുടെ മഹത്വം നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. 70,000-ൽ പരം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സില്, 70,000-ൽ പരം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സില് 40 കൊല്ലമായി പാപം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവേ, മഴയ്ക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്തിട്ട് മഴ കിട്ടാത്തതിന്റെ കാരണം പറഞ്ഞപ്പോ 40 കൊല്ലം പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ തുണിക്ക് മുകളിൽ ജീവിച്ചിരുന്ന വൃത്തികെട്ടവനായ മനുഷ്യർ പശ്ചാത്താപം തോന്നിയിട്ട് ആ 70,000 വരുന്ന ജനങ്ങളുടെ നടുവില് ഒറ്റക്കിരുന്നിട്ട് അല്ലാ എന്റെ പാപം പൊറുക്കണേ അല്ലാ, നാണം കെടുത്തല്ലേ അല്ലാ, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കില് മഴ തരണേ അല്ലാ. 70,000 വരുന്ന ജനങ്ങളുടെ നടുവിൽ ഒറ്റക്കിരുന്നിട്ട് 40 കൊല്ലം പാപം ചെയ്ത് നടന്ന മനുഷ്യനെ തൗബ ചെയ്ത് കഴിഞ്ഞപ്പോ ആകാശത്തിന്റെ വിരിമാൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങിയ ചരിത്രം നമ്മൾ കേട്ടവരാ. അതുകൊണ്ട് തൗബയ്ക്ക് വല്ലാത്ത മഹത്വമാ. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, മരിക്കുന്നതിന് 1 കൊല്ലം മുമ്പ്, മരിക്കുന്നതിന് 6 മാസം മുമ്പ്, മരിക്കുന്നതിന് 3 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 മാസം മുമ്പ്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്, മരിക്കുന്നതിന് 1 ദിവസം മുമ്പ്, മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അല്ലാ തൊണ്ടക്കുടിയിൽ റൂഹ് വരുന്നതിന് 1 സെക്കൻഡ് മുൻപ് നീ തൗബ ചെയ്താൽ അല്ലാഹ് നിന്റെ തൗബ സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മുട്ടുവരെ, അരവരെ, കഴുത്തുവരെ, നെഞ്ചുവരെ ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ഈ സിറാജിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന അവസാന സമയത്ത് അല്ലാഹുവേ, ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാലും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ലോക്ക്ഡൗൺ ആയത് കാരണം വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി പാപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിമേ, എന്റെ മോനെ ചിന്തിക്കാത്തത് പാതിരാത്രി 11 മണി വരെ, 12 മണി വരെ, 1 മണി വരെ ചാറ്റ് ചെയ്തിട്ട് മോശമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വൃത്തികേടുകൾ കണ്ടുകൊണ്ട് അവസാനം ഫോണിങ്ങനെ കണ്ട് നെഞ്ചത്തേക്ക് ഉറങ്ങിയെന്ന് വീഴുകയാണ്. ഇതുപോലെയാണ് കിടക്കുന്നത്. അല്ലാഹുവേ, ദുആയില്ല, ഇസ്തിഗ്ഫാറില്ല, തൗബയില്ല, പൊരുത്തം ചോദിച്ചിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല. ഇതുപോലെ കിടന്നു മരിച്ചു പോയാൽ അവസാനം ചെയ്തതെന്തെന്നറിയോ? അല്ലാഹുവേ, സിനിമ കണ്ടതാ, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടതാ, വൃത്തികേടുകൾ ചാറ്റ് ചെയ്തതാ, മണിയറ രഹസ്യം പങ്കുവച്ചതാ, ഒരു അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുകൊണ്ടാ കണ്ണടഞ്ഞത്. നാളെ എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാ മുസ്ലിമേ? അതുകൊണ്ട് നിന്റെ ചിരി മാറുമടാ, നിന്റെ കളി മാറുമടാ, നിന്റെ ആഘോഷം മാറുകയാ, നിന്റെ സന്തോഷങ്ങൾ മാറുകയാ, നിന്റെ അടിച്ചുപൊളി മാറുകയാ. എല്ലാം മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നറിയുമോ? മരിക്കുമെന്ന് ഓർത്തു നോക്കും മോനെ. ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ, ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. അതിന്ന് രാത്രിയാണോ എപ്പോഴാണോ എനിക്കറിയില്ലല്ലോ. അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ.
അസ്തഗ്ഫിറുല്ലാ എങ്കിലും പറയാൻ കഴിയണേ, അസ്തഗ്ഫിറുല്ലാ എങ്കിലും പറയാൻ കഴിയണേ. അതുകൊണ്ട് ഇന്ന് രണ്ട് നന്മയാണ് പഠിച്ചത്. ഒന്ന് മുസ്ലിമായിട്ടേ മരിക്കാവോ, ഒന്ന് മുസ്ലിമായിട്ടേ മരിക്കാവോ. അതിനുള്ള വഴി എന്തെന്നറിയുമോ? ഏറ്റവും ചെറിയ എളുപ്പ വഴി എന്തെന്നറിയുമോ? എപ്പോ ദുആ ചെയ്താൽ അല്ലാഹുവോട് പറയണം, അല്ലാഹ് എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാഹ്, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ആ തൗബ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയണേ, അസ്തഗ്ഫിറുല്ലാ തൗബയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുങ്ങിയത് ദുആ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും ഒരു അസ്തഗ്ഫിറുല്ലാ എങ്കിലും പറയുക. അസ്തഗ്ഫിറുല്ലാ തൗബയ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് മരിക്കണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 3 എണ്ണം കൂടെ ഉണ്ട്, നാളെ പറഞ്ഞാൽ പോരെ? ഇൻഷാ അല്ലാഹ് 10 മിനിറ്റും കൂടെ ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇരിക്കെങ്കിൽ പറയാം. ഇരുന്നൂടെ? 11 മണി. ഇൻഷാ അല്ലാഹ് 10:54 ആയില്ലേ? ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം എല്ലാം കൂടെ ബാക്കി വെച്ചാൽ ചിലപ്പോൾ നാളെ പറയാൻ പറ്റിയില്ലെങ്കിൽ എന്താ നിർത്താന്ന, ബാക്കി നാളെ പറഞ്ഞാൽ പോരെ? ഇൻഷാ അല്ലാഹ് നാളെ പറയാം, സമയം കണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് ഒരു അസ്തഗ്ഫിറുല്ലാ പറയണം. എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാ പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അത് വെളുത്ത നിറത്തിൽ ഉയർത്തപ്പെടുമെന്ന്. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാൻ, അസ്തഗ്ഫിറുല്ലാ എല്ലാവരും പറയും, കണ്ടിട്ടുണ്ടോ? അസ്തഗ്ഫിറുല്ലാ പറയുന്ന കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ സങ്കടം തോന്നും. അസ്തഗ്ഫിറുല്ലാഹ്ക്ക് തന്നെ കരച്ചിൽ വരും. അങ്ങനത്തെ രീതിയിൽ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. എന്തിനാ അപ്പൊ ഇങ്ങനെ പറയണേ? എന്തിനാ അസ്തഗ്ഫിറുല്ലാ പറയണേ? ഏതൊരു പ്രഭാഷകൻ പണ്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഏത് തെറ്റ് കാണുമ്പോഴും അസ്തഗ്ഫിറുല്ലാ പറയും. അപ്പൊ ഒരു പയ്യൻ ചോദിച്ചത്, പെണ്ണുങ്ങളുടെ അസ്തഗ്ഫിറുല്ലാ പറയണം മോശമായ കാര്യങ്ങളൊക്കെ കണ്ട, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കണ്ട അസ്തഗ്ഫിറുല്ലാ പറയണോ? പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം. ഉടനെ ചോദിക്കുന്നത് എവിടെ എളിയാ? എല്ലാരും ചോദിക്കാം, കൂടെ ഇരുന്നമാരൊക്കെ ചോദിക്കും എവിടെ എളിയാ? കാരണം എന്ത്, ഏതോ പെണ്ണ് വരുന്നുണ്ട്. കാരണം തെറ്റ് കാണുമ്പോഴല്ലേ ഇത്. ചെറുപ്പക്കാരങ്ങനെ ചിന്തിക്കണേ. ഈ ഉമ്മമാരൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് പറയുമ്പോൾ അവന് നിസ്സാരം, അങ്ങനല്ല. അതൊരു തൗബയാണ്. ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും പൊറുക്കാൻ ഒരു അസ്തഗ്ഫിറുല്ലാഹ്, അതാ അസ്തഗ്ഫിറുല്ലാഹ്. ഇത്രയും ഇഖ്ലാസോട് കൂടി വേണ്ടി പറയാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തുമ്പോൾ ഇസ്തിഗ്ഫാറുകൾ ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിലാണ് ഉയർത്തപ്പെടുന്നത്. ആ അമലുകളൊക്കെ വെളുത്ത്, കാരണം പാപങ്ങളൊക്കെ പൊറുത്ത രീതിയിൽ, പോരായ്മകളൊക്കെ പൊറുത്ത രീതിയിലാണ് അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നത്. മഹാനവറുകൾ പറയുന്നു, ഇസ്തിഗ്ഫാർ ഇല്ലെങ്കിൽ കറുത്ത അവസ്ഥയിലാണ് അമലുകൾ പോകുമ്പോൾ. ഒരു കറുപ്പ, ആ കറുത്ത രീതിയിലാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ പറയാൻ പറഞ്ഞത്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞതാ. ഇസ്തിഗ്ഫാറിന്റെ വില നമുക്കറിയാനിട്ടാ. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ നോക്ക്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. പിന്നെന്താ പറയുന്നത്? ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അതാർത്ഥം നിങ്ങൾ നോക്ക്. ഫസബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഇനി അങ്ങോട്ട് ചെല്ലാ സമയമായി, മടങ്ങാൻ സമയമായി, അതുകൊണ്ട് ഫസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയാനാ പറഞ്ഞു. ഇസ്തിഗ്ഫാറിന്റെ വില വലുതാ, വലിയ മഹത്വമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹസൻ ബസ്രി റളിയല്ലാഹു തആല വലിയ മഹാനാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല ഇപ്പൊ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഹസൻ ബസ്രി റളിയല്ലാഹു തആലാന്റെ മുന്നിൽ ഇങ്ങനെ ഉസ്താദ് ശിഷ്യന്മാർ ഇങ്ങനെ ഇരിക്കാം. ഉസ്താദും ശിഷ്യന്മാരും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വലിയ പ്രയാസവാ, മഴയില്ല, തങ്ങളെ ദുആ ചെയ്യണം, എന്തെങ്കിലും വഴി പറയണം. ഇൻഷാ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ആ മനുഷ്യനങ്ങ് പോയി. രണ്ടാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, കച്ചവടം മുഴുവൻ ആകെ പ്രയാസത്തിലാണ്, പെണ്ണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. വീട്ടില് പണ്ടത്തെ പെണ്ണുങ്ങള് വീട്ടിൽ അരിയില്ലെങ്കിൽ, വീട്ടിൽ പഞ്ചസാര ഇല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, കച്ചവടമൊക്കെ ഇല്ല, വലിയ പ്രയാസത്തില്ല, എന്തോ ഒരു വലിയ ബുദ്ധിമുട്ട്, കുഴപ്പമില്ല, ദുആ ചെയ്യാം, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഓനോടും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്കും മക്കളില്ല, വലിയ വിഷയം, എനിക്കും മക്കളില്ല, നിങ്ങളെ ദുആ ചെയ്യണം. അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. ഇത് കേട്ട മുന്നിൽ ഇരുന്ന ശിഷ്യൻ ചോദിക്കുക, വെടികൊണ്ടതുപോലെ ഇരിക്കുക, എന്തേ ഉസ്താദ് എല്ലാവർക്കും ഒരു മരുന്ന് തന്നെ, എല്ലാവർക്കും ഒരു മരുന്നാണല്ലോ പറഞ്ഞു കൊടുത്തത്, എല്ലാവർക്കും അസ്തഗ്ഫിറുല്ലാഹ് തന്നെ. മഴയില്ലെന്ന് പറഞ്ഞപ്പോഴും, ജോലിയിൽ കച്ചവടത്തിൽ ബർക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, മക്കളില്ല എന്ന് പറഞ്ഞപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോഴാണ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞതാ, അല്ലാഹു പറഞ്ഞതാണ്. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹ് പറഞ്ഞ മരുന്നാത് അതാ അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവാണ് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാതെ ആശുപത്രിയിൽ പോയിട്ട് മക്കളില്ലെന്ന് പറഞ്ഞ് ഉള്ള ഗുളിയെല്ലാം കൂടെ മേടിച്ച് തിന്നിട്ട് സർവ്വതും അടിച്ചു പോയിട്ട് അവസാനം അല്ലാഹയെ വിളിച്ചിട്ട് കാര്യം എന്താ? എടാ, കടയിൽ കച്ചവടം ഇല്ലെങ്കിൽ എല്ലായിടത്തും പോയി ചരടും കാടും കൂടും എല്ലാം മേടിച്ച് കിട്ടിയിട്ട് അവസാനം പള്ളി വന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറയുന്നതിലൂടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാം തരും. അള്ളാഹു നമുക്ക് അഭിവൃദ്ധി നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു മക്കളില്ലാത്ത ഒരുപാട് പേർ, എത്രയോ വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ഒരുപാട് പേർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. റഹ്മ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാഹ്. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാൻ പടച്ചവനെ. അല്ലാഹുവേ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ, ഈ കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. കാരുണ്യവാനായ അല്ലാഹ്, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. എത്ര പാപം ചെയ്താലും നീ പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാഹ്. നീ ഗഫൂറാണല്ലോ റഹ്മാനെ, നീ കാരുണ്യവാനാണല്ലോ റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ എല്ലാ പാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റഹ്മാനെ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. ഞങ്ങളൊക്കെ ഭൂമിയുടെ മുകളിൽ സന്തോഷത്തിൽ കഴിയുമ്പോൾ അവരാറടി മണ്ണിന്റെ അടിയിലാണ് റഹ്മാനെ. നീ അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെപ്പോലെ ഒരു നല്ല മകനെ കിട്ടിയല്ലോ എന്നോർത്തിട്ട് അവര് സന്തോഷിക്കണേ അല്ലാഹ്.
പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വീടിന്റെ വിളക്കുകളാ അല്ലാഹ്. ഞങ്ങളുടെ ഐശ്വര്യം അവരാണ് റബ്ബേ. അവരുടെ ദുആയിലാ അല്ലാഹ് ഞങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. കരുണക്കടലായ അല്ലാഹ്, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. ഞങ്ങളെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാന് ശൈത്താന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിൽ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നിങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗബ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. വുളുവോടുകൂടി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവരെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഖിറാഅത്ത് ഓതിയ മുസമ്മിൽ ഉസ്താദ് അല്ലാഹുവേ, അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്ന പാവപ്പെട്ടവനാട് റബ്ബേ, സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹായ സന്താനത്തിന് കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് റഹ്മാനെ. പടച്ചവരെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടല്ലോ അല്ലാഹ്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടല്ലോ അല്ലാഹ്. വിവാഹം കഴിഞ്ഞു കൊല്ലങ്ങളായിട്ട് പടച്ചവരെ മക്കളില്ലാതെ പരസ്പരം ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് കഴിയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. നീ കരുണ കാണിക്കണേ തമ്പുരാനെ, അവരെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അല്ലാഹുവേ, എല്ലാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, അല്ലാഹുവേ, ഈ ദുആയ നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ താട ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ആ കൂടപ്പറപ്പുകളുടെ സ്നേഹബന്ധം നീ നിലനിർത്തണേ അല്ലാഹ്. കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ശിഹാബ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ശൗക്കത്ത് കാട പൊന്നുമോട് അല്ലാഹുവേ പടച്ചവനെ, ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, തന്റെ കുഞ്ഞിന്റെ സംസാര ശേഷി തിരിച്ചു കിട്ടാൻ ഉസ്താദേ ദുആ ചെയ്യണം റബ്ബേ. നീ കൈവിടല്ലേ റഹ്മാനെ. ആ സഹോദരനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. എന്ത് ചോദിച്ചാലും എന്തിനും തയ്യാറായ പാവപ്പെട്ടവനാണ്. നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദേ നാളെ മെഡിക്കൽ കോളേജിലേക്ക് ഉപ്പയുമായിട്ട് പോവുകയാണ്. ക്യാൻസർ ആണോ എന്ന് സംശയമുണ്ട് ഉസ്താദേ. ഈ മജ്ലിസിലേക്ക് അല്ലാഹുവേ, ഈ സദസ്സിൽ വന്നിരിക്കുന്ന പാവപ്പെട്ടവനാണ് റബ്ബേ. ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ നൽകിയിരിക്കുന്നു റഹ്മാനെ. ആ ഉപ്പാനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മയുടെ രോഗം മാറി 2 ഗ്രാം കൂടെ തരാമെന്ന് വാഗ്ദാനം ചെയ്ത സഹോദരൻ സ്വീകരിക്കണേ തമ്പുരാനെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആമിന എന്ന് പറയുന്ന സഹോദരി
ഈ പള്ളിക്ക് വേണ്ടി 5 ഗ്രാം സ്വർണം സംഭാവന നൽകിയിരിക്കുന്നു റഹ്മാനെ. ഗഫൂറായ അല്ലാഹ്, ആമിനായ നീ കൈവിടല്ലേ അല്ലാഹ്, ആമിനായ നീ കൈവിടല്ലേ അല്ലാഹ്. ആരോടും പറയാത്ത എന്തോ ഒരാഗ്രഹം മനസ്സിലുണ്ട് തമ്പുരാനെ, സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. വെറും കയ്യോടെ മടക്കല്ലേ തമ്പുരാനെ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ തമ്പുരാനെ. ആമിനായിക്ക് നീമാലുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വാഴ്ത കണ്ടുകൊണ്ട് പടച്ചവനെ ആയിരക്കണക്കിന് പേരുണ്ട് തമ്പുരാനെ. എല്ലാവരും ആമീൻ പറയുകയാണ്. ഒരാളെയും മറക്കല്ല തമ്പുരാന്, പൈസ തന്നവരും തരാത്തവരും. അല്ലാഹുവേ, അല്ലാഹുവേ, ഓരോ മനുഷ്യന്റെയും മനസ്സ് നിനക്കറിയുമല്ലോ അല്ലാഹ്, ആഗ്രഹം നിനക്കറിയുമല്ലോ അല്ലാഹ്. കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. ഇത്രയും മണിക്കൂർ മൊബൈലും കയ്യിൽ പിടിച്ച് ഈ ദുആയ്ക്ക് വേണ്ടി കാത്തിരുന്ന പാവപ്പെട്ടവരുടെ അവസാന സമയം നീ നന്നാക്കണേ പടച്ചവന്, ഷഹീദിന്റെ കൂലി കൊടുക്കണേ പടച്ചവന്, ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ വഅദ് കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന കണ്ണുകൾ, അവർക്ക് മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, മുഹമ്മദ് ഷാനിദ് പടച്ചവന് തന്റെ ഭാര്യ പിണക്കത്തിലാണ്, മനസ്സുകൾ തമ്മിലെടുക്കാൻ, ഞങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ പടച്ചവനെ 10,000 രൂപ ഒരു മുസല്ലയുടെ പൈസ നിന്റെ ഭവനത്തിന് വേണ്ടി തന്നിരിക്കുന്നു നാദാ. അല്ലാഹ്, ആ പെണ്ണിന്റെ മനസ്സ് മാറ്റണേ അല്ലാഹ്, ആ പെണ്ണിന്റെ മനസ്സ് മാറ്റണേ അല്ലാഹ്. തലാഖ് നിന്റെ അർശ് വരെ കുലുക്കുന്ന വിഷയമാണല്ലാഹ്, അവരെ നീ അടുപ്പിക്കണേ തമ്പുരാന്, സ്നേഹബന്ധം കൊടുക്കണേ തമ്പുരാന്. എന്ത് പ്രശ്നമാണെങ്കിലും നീ പരിഹരിക്കണേ പടച്ചവന്, മഞ്ഞുപോലെ ഉരുക്കി കളയണേ അല്ലാഹ്. അവരെ നീ ഖിയാമത്ത് മരണം വരെ ഒരുമിച്ച് ജീവിപ്പിക്കണേ അല്ലാഹ്, ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് അഷ്റഫ് പള്ളിക്ക് വേണ്ടി സദഖ നൽകിയിരിക്കുന്ന റബ്ബേ, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല തമ്പുരാന്, ഒരാളെയും നീ മറക്കല്ല തമ്പുരാന്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിനക്ക് വേണ്ടി ഉദ്ഹിയ മൃഗത്തെ വാങ്ങാൻ തീരുമാനിച്ചവർ, ഒറ്റയ്ക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് നിയത്ത് ചെയ്തവർ, പടച്ചവനെ കുടുംബക്കാര് ചേർന്ന് കൊടുക്കാമെന്ന് തീരുമാനിച്ചവർ, ഒരാളെയും നീ കൈവിടല്ലേ തമ്പുരാന്. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, അത് സ്വർഗ്ഗത്തിലേക്കുള്ള വാഹനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാന്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ വിധവയാക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കള് 3 കഷ്ടമ തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങള് മരിക്കുമ്പോളമാരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് പേര് കൊറോണ വന്നിട്ട് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റഹ്മാനെ. ഐസിയുവിനകത്ത് കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിലും വീടിനകത്തും കഴിയുന്നവരുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്റെ കാവല് തരണേ അല്ലാഹ്.
ഞങ്ങൾക്ക് നിന്റെ കാവല് തരണേ അല്ലാ. പടച്ച റബ്ബേ ഈ ദുആയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ ഭാര്യയുടെ വാപ്പയുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. പടച്ചവനെ ഉമ്മയെയും സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എന്റെ ഭാര്യ എല്ലാ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും മാറ്റണേ തമ്പുരാനെ. എന്റെ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരത്തരല്ലേ അല്ലാ, അഹങ്കാരത്തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ എന്റെ രോഗങ്ങളൊക്കെ നിനക്കറിയാ. ശിഫ നിന്റെ കയ്യിലാണ്, ഷാഫി നീയാണ്. ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പറയുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം തരണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ഞങ്ങളുടെ അവസാന ദുആക്കല്ലേ അല്ലാ, അവസാന മജ്‌ലിസാക്കല്ലേ അല്ലാ. ഇത് ജീവിതത്തിൽ അവസാന രാത്രിയാക്കല്ലേ അല്ലാ. പടച്ചവനെ നാളെ ഇതുപോലെ ഒരുമിച്ച് കൂടി അല്ലാഹുവേ 110ഓളം ഖത്തം ഓതിയതിന്റെ ഖത്തം വഴങ്ങി ദുആ ചെയ്തു പിരിയാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതിനു മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ നാഥാ, തൗബയാക്കണേ അല്ലാ. ഈ ലീവ് ചെയ്യുന്ന സഹോദരങ്ങള് ആ മക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യ നീ തട്ടല്ലേ തമ്പുരാന്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.